വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കോൺഗ്രസിനൊപ്പം ആത്മാർത്ഥമായി ചേരാൻ പല സഖ്യകക്ഷികളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ BJPയെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഭയന്നുകൊണ്ട് നിഷ്പക്ഷരായി നിൽക്കുകയാണ്. അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം തുറന്നു പറയാതെ അവർ BJPക്ക് ഒരു ഉപദ്രവവും ചെയ്യില്ല എന്ന് എഴുതി കൊടുക്കുന്ന മട്ടിൽ ഭീരുക്കളെപ്പോലെ പതുങ്ങിയിരിക്കുകയാണ്. ആന്ധ്രയിലെ ഭരണകക്ഷിയായ TDP BJPയും ചേർന്നുകൊണ്ട് തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. BJPക്ക് നാമമാത്രമായ MLAമാരേ ഉള്ളൂ. പക്ഷേ NDAയിലെ ഒരു പ്രബല കക്ഷിയാണ് NDA ഭരണം നിലനിർത്തി പോകുന്നതും TDPയും ഐക്യജനതാദളും ചേർന്ന് തന്നെയാണ്. എന്നാൽ അവിടെ പ്രതിപക്ഷമായ YSR കോൺഗ്രസിന് ആകെ ഉള്ളത് 4 ലോക്സഭാ സീറ്റും 7 രാജ്യസഭാ സീറ്റുമാണ്. ആ രാജ്യസഭാ സീറ്റിൽ 5ൻ്റെയും കാലാവധി മാസങ്ങൾക്കകം കഴിയുന്നതോടുകൂടി അവിടേക്കും TDP സ്ഥാനാർത്ഥികൾ കടന്നു കയറുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെയാണ് കോൺഗ്രസിനോടൊപ്പം ചേക്കേറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച YS ജഗൻമോഹൻ റെഡ്ഡിയെ പിന്തിരിപ്പിക്കുന്ന ഘടകം. ജഗൻമോഹൻ റെഡ്ഡി അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കാനാണ് ഭാവമെങ്കിൽ കൃത്യമായും ED പൂട്ടും എന്ന ഒരു സന്ദേശം അയക്കുന്നു. അതായത് BJPയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത് ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് അവരെ ഭീഷണിപ്പെടുത്തുക, അവരുമായി വിലപേശൽ നടത്തുക. YSR കോൺഗ്രസ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുമൊക്കെ മൃദു സമീപനമെടുത്തത് തന്നെ ഒരു രീതിയിലും ഉപദ്രവിക്കരുതേ എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. എന്നാൽ തനതായ കീഴ്വഴക്കങ്ങളെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയിലെ MLAമാർ YS ശർമിളയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. ജഗൻമോഹൻ റെഡ്ഡി ഏതൊക്കെ രീതിയിൽ ഇനി അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും പാർട്ടിയിലെ MLAമാരും MP മാരും ഒന്നടങ്കം പാർട്ടി വിട്ടുപോവുകയാണെങ്കിൽ അത് ജഗൻമോഹൻ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയേറെ തകർന്നു തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ്. ജഗന് ഇനി തിരിച്ചുവരാൻ സാധ്യതകൾ തന്നെ വിരളമായി നിൽക്കുകയാണ്. യഥാർത്ഥ YSRന്റെ പിൻഗാമി ശർമിളാകുമോ എന്നുള്ളത് കാത്തിരിക്കണം. കുറേ നാളുകളായി ശർമിള ഇതിനു വേണ്ടിയുള്ള അവസരം കാത്തിരിക്കുകയാണ്. ജഗൻമോഹൻ കോൺഗ്രസിലേക്ക് വന്നാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കും. കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന ഘടകം അധ്യക്ഷ ശർമിള ആക്കിയതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും കോൺഗ്രസ് മുന്നോട്ട് വച്ചത് ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി, ഈ ഒരു നീക്കത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം.